ദി പെൻഗ്വിൻ ബാറ്റ്മാൻ ഫ്രാഞ്ചൈസിലെ അടുത്തൊരു സീക്വൽ ഷോ ആണ്. അതായത് ബാറ്റ്മാൻ 2 ഒരു സ്റ്റോറിയുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് നടക്കുന്ന, അല്ലെങ്കിൽ 2022 റിലീസായ ബാറ്റ്മാൻ്റെ അല്ലെങ്കിൽ മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാൻ്റെ സ്റ്റോറി എൻഡ് ചെയ്യുന്ന എവിടെയാണോ അവിടെയാണ് ഈ ഒരു ഷോ തുടങ്ങുന്നത്. കാർമൈൻ ഫാൽക്കോൺ മരിക്കുന്നു, ഗോതം സിറ്റിയുടെ ഒരു സീ വോൾസ് എല്ലാം ഡിസ്ട്രോയ് ചെയ്യുന്നു. അതിനുശേഷമുള്ള സ്റ്റോറി, അതായത് നമുക്കറിയാവുന്നതാണ് ഗോതം എന്ന് പറയുന്ന സിറ്റി ഭയങ്കര അണ്ടർവേൾഡ് സിറ്റിയാണ്. അതായത് അവിടെ ഡ്രഗ്സ്, മണി ലോണ്ടറിങ്, സെക്സ് റാക്കറ്റിങ്, അങ്ങനെ കുറേ സാധനങ്ങളുള്ളൊരു സിറ്റി. അതിലാണ് ഈ ഒരു സിറ്റി ഓടിപ്പോകുന്നത്. പിന്നെ കോർട്ട് ഓഫ് ഔൾസ് എന്ന് പറയുന്ന ഒരു വലിയ ഇലൂമിനാറ്റി പോലെയുള്ളൊരു ഗ്യാങ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പം ഈ ഒരു സ്റ്റോറി നടക്കുന്നത് കാർമൈൻ മരിക്കുന്നു. അതായത് ഗോതം സിറ്റിയിലെ വൺ ഓഫ് ദ ഒരു കീ ക്യാരക്ടർ ആയിരുന്നു പുള്ളിക്കാരൻ മരിച്ചതിന് ഹൂ റൺസ് എ സിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഈ അണ്ടർവേൾഡ് ആര് റൺ ചെയ്യും എന്നുള്ളത്. അവിടെയാണ് ആൽബർട്ടോ ഫാൽക്കോൺ വരുന്നത്. അപ്പം ആൽബർട്ടോ ഫാൽക്കോൺ എന്ന് പറയുന്നത് കാർമൈൻ ഫാൽക്കോണിൻ്റെ മകനാണ്. ഇത് കൂടാതെ സോഫിയ ഫാൽക്കോൺ എന്ന് പറയുന്ന ഒരു മോള് കൂടിയുണ്ട്. പുള്ളിക്കാരി കുറച്ച് ലുണാറ്റിക്കാണ്, അതായത് ആർക്കത്തിലൊക്കെയാണ്, അങ്ങനെ കുറേ ആ ഒരു ക്യാരക്ടറിന് കുറച്ച് ഡാർക്ക് സൈഡുണ്ട്. അപ്പം 2 പ്രധാനപ്പെട്ട ഫാമിലീസാണ് ഗോതം ഭരിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിലൊന്ന് മറോണി, ഒന്ന് ഫാൽക്കോൺസ്. ഇപ്പം മറോണിയെ വെട്ടിയിട്ടാണ് ഫാൽക്കോൺസ് റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കാർമൈൻ മരിക്കുന്നു, ഇനി ആര് എന്നുള്ള ചോദ്യം. അപ്പോഴാണ് പെൻഗ്വിൻ അല്ലെങ്കിൽ ഓസ്വേൾഡ് എന്ന് പറയുന്നത് ഫാൽക്കോണിൻ്റെ ഒരു സോൾജിയർ അല്ലെങ്കിൽ ഒരു വർക്കർ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഗ്യാങ്സ്റ്റർ, ചെറിയൊരു ഗ്യാങ്സ്റ്റർ മാത്രമാണ്. പുള്ളിക്കാരൻ അവിടെ വലിയ വോയിസോ അല്ലെങ്കിൽ ഒരു കീ ക്യാരക്ടറൊന്നുമല്ല. പക്ഷേ പുള്ളി ഈ പെൻഗ്വിൻ ഭയങ്കര വിഷ്യസായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതായത് ഒരു ദിവസം ഞാനായിരിക്കും ഈ ഒരു അണ്ടർവേൾഡ് റൂൾ ചെയ്യാനായിട്ട് പോകുന്നതെന്നുള്ളൊരു വിഷ്യസ് ക്യാരക്ടർ. പുള്ളി ഇപ്പം പറയുകയാണെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസിലെ ഇപ്പം ലിറ്റിൽ ഫിംഗർ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ടല്ലോ, ആ ഒരു ക്യാരക്ടറുമായിട്ടൊക്കെ നമുക്ക് പുള്ളിയെ റിലേറ്റ് ചെയ്യാനായിട്ട് വരും. പുള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പവർ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം നിന്നിട്ട് 2 ഗ്യാങ്സിനെ തമ്മിൽ അടി ഉണ്ടാക്കുക, എന്നിട്ട് പുള്ളി ഇതിനകത്തൂടെ മെയിൻ ആകാനായിട്ടുള്ള ശ്രമിക്കുക. അതാണ് പുള്ളിയുടെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പം യൂസ്വേൾഡ് അല്ലെങ്കിൽ ഈ പെൻഗ്വിൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോതം എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്, ഒരു ഷോ ഉണ്ട്, 5 സീസണുള്ള, അത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇപ്പം ഇതിനകത്ത് ഈ ഒരു ക്യാരക്ടറിൻ്റെ എവല്യൂഷനാണ്. അതായത് എങ്ങനെ ഈ ഫാൽക്കണിൽ നിന്നിട്ട് പുള്ളിയുടേതായ ഒരു വേൾഡ് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. പുള്ളിക്ക് ഭയങ്കര കോൺടാക്ട്സ് ഒന്നുമല്ല ഈ 2 ഫാമിലിയെ തമ്മിലടി ഉണ്ടാക്കിപ്പിക്കുക, അല്ലെങ്കിൽ അതിനിടയ്ക്ക് നിന്നിട്ട് സിറ്റുവേഷൻസിനെ മുതലെടുത്ത് വലിയൊരു ഗ്യാങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ പെൻഗ്വിൻ എന്ന് പറയുന്ന ക്യാരക്ടർ പോകുന്നത്. അതാണ് ഈ ഒരു ഷോയ്ക്കകത്ത് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിത് എൻ്റെ ഒരു രീതിയിൽ പറഞ്ഞാണ്. അതായത് ഇതൊന്നും ഷോയ്ക്കകത്ത് കാണിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. ഫസ്റ്റ് എപ്പിസോഡ് മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. 8 എപ്പിസോഡുകളായിരിക്കും റിലീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജിയോ സിനിമാസിൽ ഈ ഒരു സാധനം കാണാനായിട്ട് വരും. ബാറ്റ്മാനിൽ എന്താണോ ബാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാനിൽ എന്താണോ ഉണ്ടത് ആ സെയിം പാറ്റേണിലാണ് ഈ ഒരു ഷോയും പോകുന്നത്. അതായത് ഇത് പ്യുവർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. നല്ല സ്ലോ പേസിലാണ് പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എടുത്ത് പറയേണ്ടതാണ്. ബാറ്റ്മാനിൽ എങ്ങനെയാണോ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടുവരുന്നത് അതേപോലെയാണ് പോകുന്നത്. പിന്നെ കുറച്ച് ഡാർക്കാണ്, മൊത്തത്തിലൊരു ഡാർക്ക്. ഇപ്പം നമ്മൾ ബാറ്റ്മാൻ്റെ പല സ്റ്റോറികൾ കണ്ടിട്ടുണ്ട്. അതിപ്പം ക്രിസ്റ്റഫർ നോളൻ്റെ ബാറ്റ്മാൻ പോലെയൊന്നും അല്ല ഈ സാധനം പോകുന്നത്, മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാൻ പോകുന്നത്. അപ്പം മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാൻ എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത് ആ ഒരു സെയിം പാറ്റേണിലാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത്. ഒരുപാട് സിനിമാറ്റിക് ഷോട്ടുകളും അതേപോലെ തന്നെ കുറേ അധികം ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ട് നമ്മളിങ്ങനെ വളരെ സ്ലോയിലാണ് പോകുന്നതെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നൊരു സാധനമായിട്ടാണ്. 1 മണിക്കൂറുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. പക്ഷേ ആ 1 മണിക്കൂർ വർത്താണ് എന്നുള്ളതാണ്. ഈ ഒരു 8 എപ്പിസോഡ് കഴിയുമ്പോൾ അറിയാം ഇതിനകത്ത് വല്ല ക്യാമിയോ ആയിട്ട് ബാറ്റ്മാൻ വരുന്നുണ്ടോ ഇല്ലെന്ന്. കാരണം ഓൾറെഡി ബാറ്റ്മാൻ ഗോതം സിറ്റിയിലുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പം പുള്ളിയുടെ അത്രയും വലിയൊരു ഇവൻറ്റ്സൊക്കെ ഇതിനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബാറ്റ്മാൻ ഇടപെടേണ്ട ഒരു വലിയ ഇവൻറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റ്മാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും. അതൊന്നും അറിയില്ല. ഇതിനകത്ത് ക്യാമിയോസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, ആരാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത, ബാറ്റ്മാനിൽ കാണാത്ത കുറേയധികം ക്യാരക്ടേഴ്സ് ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ പെൻഗ്വിൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ഒന്ന് ഇവോൾവ് ചെയ്ത് കൊണ്ടുവരാനായിട്ടും, അതായത് ആ ഒരു ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ഈ എൻ്റെ ഷോയും പോകുന്നത്. ബാറ്റ്മാൻ എന്നുള്ളത് നമ്മൾ കണ്ടാണ്, അതിനകത്ത് ഈ ഒരു ക്യാരക്ടറിന് വലിയ റോളൊന്നും കൊടുക്കുന്നില്ല. ബാറ്റ്മാൻ എന്നുള്ളതിലല്ലേ പോകുന്നത്. ഇപ്പം ഇവിടെ പെൻഗ്വിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓസ്വാൾഡിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ഒരു ഷോ വന്നത്. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഡാർക്ക് സാധനങ്ങളുള്ളത് എനിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ടായിരിക്കാം. എന്തായാലും മാർവലിൻ്റെ ഇപ്പോഴത്തെ സീരീസുകളെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു ഫാർ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.